These are, these are flowers are. Okay. What is? ഇന്നത്തെ ഡേറ്റ് ഇടണേ മക്കളെ. എന്നിട്ട് നമ്മൾ എന്താ ഇന്ന് മോർണിംഗ് ക്ലാസ്സില് fill in the blanks with A, E, I, O, U അതാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഫസ്റ്റ് പേജില് അതാണുള്ളത്. ആദ്യം ഒരു എക്സസൈസ് ഉള്ളത് ABCD എഴുതാനാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് മിസ് ഇത്രയും പറയുന്നത്. ഫസ്റ്റ് എക്സസൈസ് ഉള്ളത് എന്താണ്? ഫിൽ ഇൻ ദ മിസ്സിംഗ് ലെറ്റേഴ്സ് വെച്ചിട്ട് ABCD Z വരെ എഴുതാനാണ് ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് ABCD അറിയാം. ബുക്ക് ഇല്ലാത്തവര് അത് ചെയ്യണ്ട, ചെയ്തേക്കുക. പിന്നെ രണ്ടാമത്തെ എക്സസൈസ് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മിസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതി തരാം. നിങ്ങൾ അതുപോലെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ, ചെയ്തോളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ രാവിലെ എഴുതി തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുതണ്ട. ഏതെങ്കിലും എഴുതാൻ കിട്ടാതെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ അതേ സംഭവമാണ് മിസ് ഇപ്പോഴും തരുന്നത്. അത് എന്തുകൊണ്ട് വേണ്ടിയാന്ന് വെച്ചാല് രാവിലത്തെ ക്ലാസ്സിൽ നമുക്ക് നെറ്റ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കുറെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗം മുതലാണോ എഴുതാത്തത് അവിടെ മുതൽ എഴുതിയാൽ മതി. മൊത്തം എഴുതിയവര് വീണ്ടും എഴുതേണ്ടതില്ല. Fill in the blanks with A, E, I, O, U. Okay. Fill in the blanks with A, E, I, O, U. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെന്റൻസസ് ഉണ്ട്, 5 സെന്റൻസ് ഉണ്ട്. അതിൽ എവിടെയാണ് എ വേണ്ടത്, എവിടെയാണ് ഇ വേണ്ടതെന്നൊക്കെ നോക്കണം. First sentence. Okay. First sentence A. C കഴിഞ്ഞ് നമുക്ക് ലൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആ സെന്റൻസ് മൊത്തം എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. A okay is on the okay. A cup is on the pub എന്നാണ് സെന്റൻസ്. ഓക്കെ, a cup is on the pub. അപ്പൊ നമുക്ക് ഇവിടെ ഏതാ ചെയ്യേണ്ടത്? എ ആണോ, ഇ ആണോ, ഐ ആണോ, ഒ ആണോ, യു ആണോ? ഏത് വാക്കാ ചേർക്കേണ്ടത്? ഇവിടെ ഏത് ലെറ്ററാ ചേർക്കണ്ടേ? കപ്പ്. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു അല്ലേ മിസ്? ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ചേർക്കേണ്ടത്? കപ്പ്. വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് കപ്പ്? CUP ആണല്ലേ. കപ്പ്. എ കപ്പ് ഈസ് ഓൺ ദ പബ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? A, E, I, O, U ഇതിലേതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് നമുക്കതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ കപ്പിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാം അല്ലേ? കപ്പ് ആൻഡ് പപ്പ്. Second one. The dog is on the
log. Dog ആണല്ലേ. അപ്പൊ ഇവിടെ ഏത് ലെറ്റർ വരേണ്ടത്? ഡോഗിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? DOG ആണല്ലേ. A dog is on the log. LOG, log. Okay. A dog is on the log. നിങ്ങൾ സ്പെല്ലിംഗ് എഴുതണേ. ഡോഗ് എന്ന് മുഴുവൻ എഴുതണേ. DOG, dog. The dog is on the log. These are my new books. മൂന്നാമത്തത്. These are my new books. The sits on the cat എന്നാണ് ഇത്. The cat sits on the cat sits on the cat sits on the mat. അല്ലേ? അവിടെ ഏതാ ക്യാറ്റിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? CAT ആണല്ലേ. മാറ്റിന്റെയോ? MAT, മാറ്റ്. അപ്പൊ ഫുള്ളായിട്ട് എഴുതണം ക്യാറ്റിന്റെ സ്പെല്ലിംഗ്. വരയിട്ടെടുത്ത് എന്ത് എഴുതണം നമ്മള്? A എഴുതണം അല്ലേ. The cat sits on the mat. Okay. Fourth sentence നോക്കിയേ. നമുക്ക് നോക്കാലോ fourth one എന്താണ്. Okay. Len has a red എന്നാണ് വാക്ക്. Red hen. len എന്ന് പറയുന്നത് പേരാണ്. Len has a red hen. റെഡിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? RED, റെഡ് അല്ലേ. ക്രിസ്റ്റിക്കുട്ട കുഞ്ഞാവനെ വിളിക്കണ്ട. ഇപ്പം കുഞ്ഞാവ അവിടെ ഇരുന്നോട്ടെ. Len has a red hen. റെഡിന്റെ സ്പെല്ലിംഗ് RED അല്ലേ. ഹെന്നിന്റെ സ്പെല്ലിംഗ് HEN. അപ്പൊ അവിടെ E ആണ് രണ്ടിനും ചേർക്കേണ്ടത് അല്ലേ. Len has a red hen. Next one, fifth one. Okay. അഞ്ചാമത്തെ നോക്കാലോ നമുക്ക്. Fifth one. I see a pink fish. Okay. Pink fish, FISH. Pink, PINK, pink. I see a pink fish, PINK, pink. Fish, FISH, fish. മക്കളെ എല്ലാവരും എഴുതിയ മക്കളെ. ഫസ്റ്റ് വൺ നോക്കിയേ. A cup is on the cup. Cup, CUP, cup അല്ലേ. PUP, pup.
A cup is on the pup. അല്ലേ? കപ്പ് എവിടെയാ ഉള്ളത്? പപ്പിന്റെ തലയുടെ മുകളിലുണ്ട്. പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? A cup is on the pup. Second one, the dog is on the log. Dog എവിടെയാ ഉള്ളത്? മരക്കഷ്ണത്തിന്റെ മുകളിലാ അല്ലേ? Dog, D-O-G, dog, L-O-G, log. The dog is on the log. മൂന്നാമത്, the cat sits on the mat. എവിടെയാണ് ക്യാറ്റ് ഇരിക്കുന്നത്? Cat sits on the mat. അപ്പൊ അവിടെ C-A-T അല്ലേ? Cat. A ആണ് ചേർക്കുന്നത് രണ്ടിനും. Mat. M-A-T, mat. The cat sits on the mat. നാലാമത്തെ, Len has a red hen. Red. Redന്റെ spelling R-E-D. Red. Hen. H-E-N. Hen. Len has a red hen. അഞ്ചാമത്തെ, I see a pink fish. അല്ലേ? Pink. P-I-N-K. Pink fish. F-I-S-H. I see a pink fish. അതിനാണ് മക്കളെല്ലാവരും എഴുതിയ മക്കളെ? യെസ്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് ഡിക്റ്റേഷൻ ഇടും. ഡിക്റ്റേഷൻ വേർഡ്സ് ഏതാണെന്നറിയോ? ഇപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് എഴുതിയ വാക്കുകൾ ഏതൊക്കെ വാക്കുകളാ? കപ്പ്, പപ്പ്, ഡോഗ്, ലോഗ്, ക്യാറ്റ്, മാറ്റ്, റെഡ്, ഹെൻ, പിങ്ക്, ഫിഷ്. 10 വേർഡ്സ് ഉണ്ട്. അടുത്ത ദിവസം ഡിക്റ്റേഷൻ ഇടാൻ കേട്ടോ. ഓക്കെ. മിസ് സെപ്പറേറ്റ് ആയിട്ട് തരണോ ആ 10 വേർഡ്സ്? ഓക്കെ. ഡിക്റ്റേഷനുള്ള 10 വേർഡ്സ് മിസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തരണോ? ക്ലിയർ ഇല്ലേ മക്കളെ? കേൾക്കാൻ സാധിക്കുന്നില്ലേ? ഭാവിക കുട്ടി പറഞ്ഞു വേണ്ടാന്ന്. ഓക്കെ. ആർക്കെങ്കിലും വേണോ? അണ്ടർലൈൻ ചെയ്ത് നമ്മൾ എഴുതിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇഷാൻ ഓൾസോ സെഡ് നോ നീഡ്. ഓക്കെ. What about others? What happened to Giona? എന്താ ജിയോണ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. ടീച്ചറെ ബുക്ക് കിട്ടിയില്ല. മോനെ നോട്ട്ബുക്കിൽ എഴുതിയില്ലേ ഇപ്പം? അതാ മിസ് ടീച്ചർ ഇടുന്നത്. നിങ്ങളെ ഓർത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ നോട്ട്ബുക്കിലേക്ക് ടീച്ചർ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുന്നിടം വരെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നോട്ട്ബുക്കിൽ ഇപ്പൊ 5 സെന്റൻസ് എഴുതിയില്ലേ? അപ്പൊ അതിനകത്ത് നമ്മള് അണ്ടർലൈൻ ചെയ്ത് ഇട്ടില്ലേ? നമ്മൾ എയും എമ്മും ഒക്കെ എഴുതിയില്ലേ? ആ 5 എണ്ണം പഠിക്കാൻ പറഞ്ഞു. 5 എണ്ണം അല്ല, അതിനകത്തുള്ള ആ ഓരോ വാക്കുകളും ഒരെണ്ണത്തെ 2 വാക്ക് വീതം ഇല്ലേ? അതാ പഠിക്കാൻ പറഞ്ഞു. ഓക്കെ. മിസ് എഴുതി തരാവുന്നത് കുഴപ്പമില്ല. ബുക്ക് ഇല്ലാത്ത കുട്ടികളുണ്ട്. ആരാ മോനെ? നൈജൽ. എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. വേണം. ഓക്കെ, തരാം. എഴുതിക്കോ നിങ്ങള്. First one, cup. Cup. Okay. Second one, pup. Third one,
Third one, dog. Fourth one, log. Fifth one, cat. Sixth one, mat. Seventh one, red. Eighth one, hen. Ninth one, pink. 10th one, fish. Okay. ഈസി വേർഡ്സ് അല്ലെ, നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ പഠിച്ചു കഴിഞ്ഞ വേർഡ്സ് ആണ്. അതുകൊണ്ടാണ് മിസ് 10 തന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. എന്താ നൈജലെ എന്തെങ്കിലും സ്ക്രീനിൽ തൊടുന്നേ? എഴുതിയോ നിങ്ങൾ എല്ലാവരും? ഓക്കെ, നൈജൽ അൺമ്യൂട്ട് ചെയ്യേ. അതെയല്ലേ, ആ കുഴപ്പമില്ല. മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ നിങ്ങളുടെ. അംന ഫാത്തിമ, അംന ഫാത്തിമ, ക്രിസ്റ്റി ജോസഫ്, അനയ റോസ്, ധ്യാൻ പി വി, അവേദ്യ പി എസ്, ലക്ഷ്മി അഭിലാഷ്, അർജുൻ രാജേഷ്, ക്രിസ്റ്റോ ജോൺസ് ജോബി, കാശിനാഥ്, ആരോമൽ പി, ഗൗരി നന്ദ, ജിയോണ,
Srishna K. Edwin. Fiona. Bhavika. Bhavika. Sian. Muhammad Sian. Devapriya and Dara. മക്കളെ ദേവൻ അൺമ്യൂട്ട് ചെയ്തേ. ദേവപ്രിയ ആൻഡ് സമജ്ഞ. ഓക്കെ. ദേവപ്രിയ ആൻഡ് സമജ്ഞ. ഓക്കെ. മഹദിയ. ഓക്കെ. നഹ്ല ഫാത്തിമ. ഇഷാൻ. നൈജൽ. Next is Shamil. Okay. Godwin. Bhavayami. Anaya Rose. Okay. Andros Gio. Nihad. Okay. So all of you open the notebook. നമ്മളിപ്പോ എഴുതിയ നോട്ട്ബുക്ക് തുറന്നു. ടെക്സ്റ്റ് ബുക്കുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ നോട്ട്ബുക്കിൽ എഴുതിയ കുട്ടികൾ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ. ഇതിന്റെ മിസ് വായിച്ചു തരുമ്പോ നിങ്ങൾ വായിക്കണം അവിടെ ഇരുന്ന് കേട്ടോ. ഫസ്റ്റ് വൺ ഫിംഗർ വെച്ച് വായിച്ചേ. Fill in the blanks with A, E, I, or O or U. Okay. A cup is on the pup. All of you please read. A cup is on the pup. Second one. The dog is on the log. The dog is on the log. The dog is on the log. Okay, next one. The cat sits on the mat. The cat sits on the mat. Okay, next one. Len has a red hen. Len has a red hen. Next one. I see a pink fish. I see a pink fish. Okay. So the words for dictation. Dictation words ഏതൊക്കെയായിരുന്നു? Cup, pup, dog, log, cat, mat, red, hen, pink, fish. Okay. These many are the dictation words.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കർസീവ് റൈറ്റിംഗ് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത്, ഇനി ഏത് ലെറ്റർ ആണ് നമുക്ക് ബിഗിൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ലെറ്ററിൽ നിന്നാണെന്ന് വെച്ചാൽ അത് ഇപ്പം എന്താണ്, എന്താ ഏത് ലെറ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ് ടു വെർ ഡിഡ് വി റൈറ്റ്? എന്താ ഇഷാനെ? എന്ത് ക്യാപിറ്റൽ ലെറ്റർ? ജെ. ഓക്കെ, നിങ്ങൾ എല്ലാവരും അവിടെ വരെ എത്തിയിട്ടുണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ ജെ ആണോ അടുത്ത നിങ്ങളുടെ ലെറ്റർ എഴുതേണ്ടത്? ഓക്കെ, എല്ലാവരും അവിടെ വരെ എത്തിയിട്ടുണ്ടാവില്ല, കുറച്ചുപേര് ബാക്കിലായിരിക്കാം. ഓക്കെ, സോ നോ പ്രോബ്ലം. നിങ്ങളുടെ നെക്സ്റ്റ് ലെറ്റർ ഏതാന്ന് വെച്ചാൽ അടുത്ത ലെറ്റർ നിങ്ങൾ എഴുതി. എല്ലാവരും കർസീവ് റൈറ്റിംഗിൽ നിങ്ങൾ വീഴ്ച സംഭവിക്കരുത്, അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. എല്ലാവരും എഴുതി. ഇന്നിപ്പോ നിങ്ങൾക്ക് വേറെ ഹോംവർക്ക് ഇല്ലല്ലോ നോട്ട്ബുക്കിൽ എഴുതാൻ. മിസ് വേറെ ഒരു ഹോംവർക്ക് ഇന്ന് നോട്ട്ബുക്കിൽ ചെയ്യാൻ തന്നിട്ടില്ല, പഠിക്കാനാണ്. സ്പെല്ലിങ്സ് ഓഫ് 10 വേർഡ്സ് അല്ലേ? 10 വേർഡ്സിന് സ്പെല്ലിങ്സ് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റിംഗ് എക്സസൈസ് വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും കർസീവ് റൈറ്റിംഗ് എഴുതി പോസ്റ്റ് ചെയ്യുക. ഇന്നും നാളെയായിട്ട് നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. So then, see you in the next class. അടുത്ത ദിവസം ക്ലാസ്സിൽ കാണാം. എല്ലാവരും പഠിച്ചിട്ട് വരിക കേട്ടോ. Okay. Bye.